Hello everyone. ഞാൻ സിമി റോബിൻ, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, ഫാമിലി ആൻഡ് റിലേഷൻഷിപ്പ് മെന്റർ ആൻഡ് പ്രൊഫഷണൽ ട്രെയിനർ. ഓവർ തിങ്കിങ് പലപ്പോഴും നമ്മുടെ ലൈഫിനെ നമ്മൾ പോലും അറിയാതെ ഒരുപാട് നെഗറ്റീവായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഓവർ തിങ്കിങ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു സിറ്റുവേഷനെ കുറിച്ച് ഒരുപാട് ചിന്തിച്ചു കഴിയുമ്പോൾ അവിടെ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് ബ്രെയിന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനാണ് യഥാർത്ഥത്തിൽ ശ്രമിക്കുന്നത്. പക്ഷെ പലപ്പോഴും ഇങ്ങനെയുള്ള ആ ഒരു ചിന്തകൾ നമുക്കൊരു ലൂപ്പ് പോലെ വന്ന് നമ്മളുടെ ദൈനംദിന ജീവിതത്തെ ഒരുപാട് നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യും. ആങ്സൈറ്റി, സ്ട്രെസ് പോലുള്ള കാര്യങ്ങൾ ചിലപ്പോഴൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്കൊന്നും ചെയ്യാൻ മേലാത്ത ഒരു അവസ്ഥയിലേക്ക് പോലും ഈ ഓവർ തിങ്കിങ് നമ്മളെ എത്തിക്കാറുണ്ട്. എങ്ങനെ നമുക്ക് ഈ ഓവർ തിങ്കിങ്ങിനെ തന്നെ ഒന്ന് ചേഞ്ച് ചെയ്ത് റീഫ്രെയിം ചെയ്തുകൊണ്ട് നമ്മുടെ സൂപ്പർ പവർ ആക്കി മാറ്റിയെടുക്കാം എന്നുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. ഫസ്റ്റ് മെത്തേഡ് ഈസ് ടേൺ ഓവർ തിങ്കിങ് ഇൻ ടു ഓർഗനൈസേഷൻ. ഓവർ തിങ്കിങ്ങിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് പുറത്തേക്ക് വരാൻ നമ്മളെ സഹായിക്കുന്ന ഒരു നല്ലൊരു മെത്തഡാണിത്. അതായത് എന്തെങ്കിലും ഒരു ചിന്തയിൽ നമ്മൾ കുടുങ്ങി കിടക്കുമ്പോൾ അതൊരു ലൂപ്പ് പോലെയാണ്. നമുക്ക് അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ അമിതമായ ചിന്തകൾ കൂടുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമാണ്. ആ ഒരു തിങ്കിങ്ങിനെ അതായത് ആ ഓവർ തിങ്കിങ്ങിനെ നമ്മൾ എക്സ്റ്റേണലൈസ് ചെയ്യുകയാണ്. പുറത്തേക്ക് ആ ഒരു ചിന്തയെ നമ്മൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് അതിനുവേണ്ടി പറ്റിയ ഏറ്റവും നല്ല മെത്തഡ് എന്ന് പറയുന്നത്, എന്ത് ചിന്തയാണോ നമ്മുടെ മനസ്സിൽ തോന്നുന്നത് അതിനെ നമ്മൾ എഴുതുക എന്നുള്ളതാണ്. അങ്ങനെ ആ പ്രോബ്ലത്തെ നമ്മൾ എക്സ്റ്റേണലൈസ് ചെയ്യുന്നതിലൂടെ നമ്മളുടെ തോട്ട് എന്താണ്, ആ ഓവർ തിങ്കിങ്ങിലേക്ക് നമ്മളെ നയിക്കുന്ന ആ ഒരു ചിന്ത എന്താണ് എന്ന് നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. മാറി നിന്ന് നമുക്ക് ചിന്തിക്കാനായിട്ടുള്ള ഒരു അവസരം, അതായത് നമ്മളിൽ നിന്ന് ആ ഒരു തോട്ടിനെ വേർതിരിച്ചുകൊണ്ട് നമുക്ക് കാണാനായിട്ട് ഈ ഒരു എക്സ്റ്റേണലൈസ് ചെയ്യുന്നതിലൂടെ സാധിക്കും. ഇനി അത് നമുക്കൊന്നെങ്കിൽ ആ ഒരു ചിന്ത എഴുതാം, അല്ലെങ്കിൽ ആ ഒരു ചിന്തയെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നെ ഡെവലപ്പ് ചെയ്ത് അതിന്റെ ആൻസേഴ്സ് കണ്ടെത്താൻ ശ്രമിക്കുന്നതൊക്കെ ആ ഒരു ഓവർ തിങ്കിങ്ങിനെ കുറിച്ചും അല്ലെങ്കിൽ എന്ത് ചിന്തയാണ് നമ്മളെ അമിതമായിട്ട് അലട്ടുന്നതിനെ കുറിച്ചൊക്കെ നല്ലൊരു ക്ലാരിറ്റി കിട്ടാനും അതിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് സഹായിക്കും. കൗണ്ടർ വാട്ട് ഈഫ് വിത്ത് ദെൻ വാട്ട്. അതായത് നമുക്കൊരു അമിതമായിട്ടുള്ളൊരു ചിന്ത ഒരു കാര്യത്തെക്കുറിച്ച് വരികയാണ്. നമ്മൾ പലപ്പോഴും ആ ഒരു ചിന്ത ഇങ്ങനെ നമ്മുടെ മനസ്സിലിട്ട് അത് സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താവും എന്നൊക്കെയുള്ള ഒരുപാട് ചിന്തകളായിരിക്കും പലപ്പോഴും നമ്മളെ അലട്ടുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത്, എന്താണോ ആ ചിന്ത വരുന്നത് അത് സംഭവിച്ചാൽ അല്ലെങ്കിൽ ആ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതിൽ ബാക്കി എന്താവും എന്ന ആ ഒരു രീതിയിലേക്ക് നമ്മളുടെ തിങ്കിങ്ങിനെ നമ്മൾ ഡൈവേർട്ട് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് കൂടുതൽ ഒരു ക്ലാരിറ്റി കിട്ടും. അതായത് നിങ്ങൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വളരെയധികം ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കുന്ന ഒരു എക്സാം. അപ്പൊ എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ചിന്ത, ഞാൻ ഈ എക്സാമിന് ഫെയിൽ ആയ എന്ത് ചെയ്യും, ഈ ഒരു ചിന്തയായിരിക്കും ഓവർ തിങ്കിങ്ങിൽ നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ വരുന്നത്. എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ചിന്ത, അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു തിങ്കിങ്ങിനെ നമ്മൾ ദെൻ വാട്ട് എന്നുള്ള ഒരു ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. ആ ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരുമ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട കാര്യം, ഈ എക്സാമിന് ഞാൻ ഫെയിൽ ആയാൽ എന്ത് സംഭവിക്കും. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. അതായത് ആ ഒരു ചിന്തയിൽ നിന്ന് നമ്മളുടെ തിങ്കിങ്ങിനെ ഒന്ന് മാറ്റിയെടുക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. ഉദാഹരണത്തിന് ഈ എക്സാമിന് ഫെയിൽ ആയി കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ഓൾട്ടർനേറ്റീവ് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഗോളിനെ ഒന്ന് റീസെറ്റ് ചെയ്യാം. നമ്മുടെ ലൈഫിൽ ഇത് മാത്രമല്ല, ആത്യന്തികമായിട്ട് ഈ ഒരു എക്സാം എഴുതി കിട്ടിയില്ലെങ്കിൽ എന്റെ ജീവിതം ഇവിടെ സ്റ്റക്ക് ആകും എന്നുള്ള ചിന്തകളൊക്കെ മാറ്റിയെടുത്ത് കൂടുതൽ ക്ലാരിറ്റിയോടെ ഇതല്ലെങ്കിൽ ഇന്ന ഒരു കാര്യത്തിലേക്ക് ഞാൻ നീങ്ങും, അല്ലെങ്കിൽ ഇന്ന ഒരു മേഖലയിലേക്ക് ഞാൻ മാറും എന്ന രീതിയിൽ നമ്മുടെ തോട്ടിനെ നമ്മൾ ഡൈവേർട്ട് ചെയ്യുമ്പോൾ ആ ഓവർ തിങ്കിങ് നമുക്ക് ഉണ്ടാക്കുന്ന ഒരു ഇന്റൻസിറ്റി കുറയ്ക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ചാനൽ ഓവർ തിങ്കിങ് ഇൻ ടു ഫോർസൈറ്റ്. അതായത് എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ എന്താവും എന്നുള്ള ഒരുപാട് ചിന്തകൾ നമ്മളെ അലട്ടുമ്പോൾ അതിനെ നേരിടാൻ ഏറ്റവും നല്ല ഒരു മെത്തഡാണ് ഈ ഫോർസൈറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആന്റിസിപ്പേറ്ററി തിങ്കിങ് എന്ന് പറയും. ഫ്യൂച്ചറിൽ എന്ത് ചെയ്യാൻ എനിക്ക് സാധിക്കും, ഈ ഒരു കാര്യം സംഭവിച്ചാൽ എന്താണ് അടുത്തത് എന്നുള്ളത്. ഏകദേശം നമ്മുടെ നേരത്തെ നമ്മൾ പറഞ്ഞതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇവിടെ. പക്ഷെ നമ്മൾ അഡീഷണലി ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ നിന്ന് വ്യത്യസ്തമായിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ എനിക്ക് എന്ത് ചെയ്യാം എന്നതിനെ കുറിച്ച് കൃത്യമായിട്ടൊരു ഗോൾ സെറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് നമ്മൾ സ്വീകരിക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ സ്റ്റെപ്പുകൾ നമ്മൾ എടുത്തു വെക്കുകയുമാണ് ഇവിടെ ചെയ്യുന്നത്. നേരത്തെ ആയിരുന്നെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് തിങ്ക് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ, ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ഇത് വന്നാൽ എന്ത് ചെയ്യാമെന്ന്. ഇവിടെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു സ്റ്റെപ്പും കൂടെ സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നു. അതോടൊപ്പം തന്നെ ആ ഒരു നല്ല ലെവലിലേക്ക് ഞാൻ എത്തുന്നത്, നമ്മുടെ ഫ്യൂച്ചർ നല്ല ബ്രൈറ്റ് ആകുന്നതിനെ കുറിച്ചൊക്കെ പുതിയ ഒരു വഴിയിൽ കൂടെ നമ്മൾ പോകാൻ തീരുമാനിക്കുമ്പോൾ
ആ ഒരു പാത്ത് നമുക്ക് കൂടുതൽ നല്ല രീതിയിലാകുന്നതിനെ കുറിച്ച് വിഷ്വലൈസും കൂടെ ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഓവർ തിങ്കിങ്ങിനെ നമുക്ക് ഓവർകം ചെയ്ത് നമ്മുടെ സൂപ്പർ പവർ ആക്കി എടുക്കാനായിട്ട് സാധിക്കുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ജോലിക്ക് നമ്മൾ അപ്ലൈ ചെയ്തു, അതിന്റെ ഇന്റർവ്യൂവിന് പോകണം. അപ്പോൾ ആ പോകുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് വല്ലാത്തൊരു സ്ട്രെസ്സാണ്. ഈ ഒരു ജോലി മാത്രമാണ് എന്റെ ആശ്രയം, ഇത് കിട്ടിയില്ല എങ്കിൽ, ഈ ഇന്റർവ്യൂവിന് ഞാൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ എന്റെ ലൈഫ് മുമ്പോട്ട് ഒന്നും ഇല്ലാതായി പോകും, ഞാൻ സ്റ്റക്ക് ആകും എന്നൊക്കെയുള്ള ചിന്തകൾ വല്ലാതെ അലട്ടുമ്പോൾ നമ്മൾ അവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ജോലി കിട്ടിയില്ല എങ്കിൽ എന്ത് എനിക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊരു ഐഡിയ ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഗോള്, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാഷൻ അല്ലെങ്കിൽ ഒരു ചെറിയ ബിസിനസ് സംരംഭം നമ്മൾ ഒരുപാട് നാളായിട്ട് തുടങ്ങണമെന്ന് ആഗ്രഹിച്ച ഒരു കാര്യം, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനും കൂടെ പ്രിപ്പയർ ചെയ്ത് നമ്മൾ സൈഡിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുന്നതിന് പകരം നമ്മുടെ ഫ്യൂച്ചറിനെ കൂടുതൽ ബ്രൈറ്റ് ആക്കാനും നല്ല രീതിയിൽ ഗോൾ സെറ്റ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാനും ഒക്കെ ഇത് നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കംപ്ലീറ്റ് ഒഴിവാക്കി ഒരു കാര്യത്തെക്കുറിച്ചും ചിന്തിക്കാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. പലപ്പോഴും നമ്മുടെ ഒരു ലൈഫ് സേവിങ് ആണ്. ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യാം, അല്ലെ എന്നെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം എന്നുള്ള ഒരു ഇതിൽ നിന്നാണ് പലപ്പോഴും ഈ ഓവർ തിങ്കിങ് ഉണ്ടാകുന്നത്. പക്ഷേ നമ്മൾ ഒരു ഇന്റൻഷണൽ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ, ഈ പറയുന്ന ഏതെങ്കിലും ഒരു മെത്തേഡ് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓവർ തിങ്കിങ്ങിനെ നമുക്ക് സൂപ്പർ പവർ ആക്കി മാറ്റിയെടുക്കാൻ സാധിക്കും.